ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ജെറൻഡ്സ്. ജെറൻഡ്സിന്റെ ഡിഫറെന്റ് യൂസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ജെറൻഡിന്റെ യൂസസ് പഠിക്കുന്നതിന് മുൻപ് എന്താണ് ജെറൻഡ് എന്നറിയണ്ടേ? ജെറൻഡ് എന്നാൽ വെർബൽ നൗൺ, വെർബിൽ നിന്നും ഉണ്ടാകുന്ന ഒരു നൗൺ. വെർബിൽ നിന്നും ഉണ്ടാകുന്ന നൗൺ എന്ന് പറഞ്ഞാൽ ഒരു വെർബിന്റെ ബേസ് ഫോം, ഫോർ എക്സാമ്പിൾ വാക്ക്, അതിന്റെ കൂടെ ഒരു ING ഫോം ചേർത്താൽ വാക്കിംഗ്. വാക്ക് എന്നാൽ നടക്കുക, വാക്കിംഗ് എന്ന് മാറ്റുമ്പോൾ നടത്തം എന്നായില്ലേ, അതാണ് വെർബൽ നൗൺ. അതുപോലെ ടീച്ച്, പഠിപ്പിക്കുക, ടീച്ച് എന്നതിൻ്റെ കൂടെ ഒരു ING ചേർത്ത് ടീച്ചിങ്, പഠിപ്പിക്കൽ, ആ ഒരു ആക്ടിവിറ്റി. അപ്പോൾ അതൊരു വെർബൽ നൗണായി അല്ലെങ്കിൽ ഒരു ജെറൻഡായി മാറി. അപ്പോൾ ഇതാണ് ജെറൻഡ്. ഇനി അതിൻ്റെ യൂസസ് എങ്ങനെയാണ്, ഒരു സെൻറ്റൻസിൽ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജെറൻഡ് എന്നത് ഒരു വെർബൽ നൗൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു നൗൺ എന്തെല്ലാം ഫങ്ഷൻസ് ഒരു സെൻറ്റൻസിൽ ചെയ്യും അതെല്ലാം ഒരു വെർബൽ നൗണിനും ചെയ്യാൻ പറ്റും. ജെറൻഡിനും ആ തരം ഫങ്ഷൻസ് എല്ലാം സാധിക്കും. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ജെറൻഡിന് ഒരു സബ്ജക്റ്റ്, ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആകാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. നടത്തം നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത് എന്ന് പറയുമ്പോൾ വാക്കിംഗ് എന്നത് അവിടെ ING ഫോമുള്ള വെർബൽ നൗൺ ആണ്, അതാണ് ജെറൻഡ്. അവിടെ ആ സെൻറ്റൻസിൽ അത് ഒരു സബ്ജക്റ്റിൻ്റെ ഫംഗ്ഷൻ അല്ലേ ചെയ്യുന്നത്. വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, എക്സസൈസ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. അങ്ങനെ എന്താണ്, വാട്ട് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, എന്താണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. അതുപോലെ വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, വാക്കിംഗ് എന്നത് അവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ജെറൻഡിന് ഒരു സെൻറ്റൻസിൻ്റെ ഓബ്ജക്റ്റ് ആകാൻ പറ്റും. കാരണം നൗൺസിന് ഒരു ഓബ്ജക്റ്റ് ആകാൻ പറ്റില്ല ഒരു സെൻറ്റൻസിൽ. അതുപോലെ തന്നെ ജെറൻഡിനും ഒരു സെൻറ്റൻസിൻ്റെ ഓബ്ജക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. ഐ ലവ് ടീച്ചിങ്, ഞാൻ ടീച്ചിങ് ഇഷ്ടപ്പെടുന്നു. ടീച്ചിങ് എന്ന ജെറൻഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഐ ലവ് ടീച്ചിങ് അവിടെ ഓബ്ജക്റ്റ് ആണ്. എന്താണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്? ടീച്ചിങ്. അപ്പോൾ ടീച്ചിങ് അവിടെ ആ സെൻറ്റൻസിൽ ഓബ്ജക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജെറൻഡ് ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി വേറൊന്ന് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ടും ഒരു നൗണിന് ഫങ്ഷൻ ചെയ്യാം, അതുപോലെ തന്നെ ജെറൻഡിനും ഫങ്ഷൻ ചെയ്യാം. ഐ സ്പെൻഡ് മൈ ടൈം റീഡിങ്, ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് റീഡിങ്ങിൽ കൂടിയാണ്, അത് വായനയിൽ കൂടിയാണ്. അപ്പോൾ അവിടെ റീഡിംഗ് എന്നത് ജെറൻഡാണ്, അവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ജെറൻഡ് ആസ് ആൻ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇനി അടുത്തത്, ജെറൻഡിന് ഒരു സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മൈ പാഷൻ ഈസ് ടീച്ചിങ്, മൈ പാഷൻ ഈസ് ടീച്ചിങ്. ടീച്ചിങ് എന്നത് അവിടെ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. കാരണം ഇവിടെ മൈ പാഷൻ ഈസ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് അവിടെ ഒന്നും ചെയ്യുന്നില്ല. സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ, മൈ പാഷൻ എന്നതിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരികയാണ് ടീച്ചിങ് എന്ന ആ ഒരു ജെറൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയാം അതിനെ. മൈ പാഷൻ ഈസ് ടീച്ചിങ്. ടീച്ചിങ് എന്നത് അവിടെ ഓബ്ജക്റ്റ് അല്ല, അപ്പോൾ അവിടെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന സബ്ജക്റ്റ് കോംപ്ലിമെന്റ്. വേറൊരു സെന്റൻസ് കൂടി പറയാം. വാട്ട് ഐ ഹേറ്റ് മോസ്റ്റ് ഈസ് ഗോസിപ്പിംഗ്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യം ഗോസിപ്പിംഗ് ആണ്. അവിടെ ഗോസിപ്പിംഗ് എന്നത് സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. കാരണം അത് അവിടെ ഒരു ഓബ്ജക്റ്റ് അല്ല. വാട്ട് ഐ ഹേറ്റ് മോസ്റ്റ്, എന്താണ് ഞാൻ കൂടുതൽ വെറുക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരികയാണ് ഗോസിപ്പിംഗ് എന്ന ആ ഒരു ജെറൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ജെറൻഡ് ആ സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. ഇനി വേറൊരു ഫംഗ്ഷൻ, ഒരു പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ജെറൻഡ് ഉപയോഗിക്കാം. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഇംപ്രൂവിങ് മൈസെൽഫ്. ഞാൻ സ്വയം ഇംപ്രൂവ് ചെയ്യുന്നതിലാണ് എനിക്ക് ഇൻട്രസ്റ്റ്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ. ഇൻ എന്നത് പ്രപ്പോസിഷനാണ്. ആ പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ജെറൻഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇംപ്രൂവിങ് എന്നത് ജെറൻഡാണ് ഇവിടെ. ഐ ആം എക്സൈറ്റഡ് എബൌട്ട് ഡൂയിങ് ദിസ്. എക്സൈറ്റഡ് എബൌട്ട്, എബൌട്ട് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചു. എക്സൈറ്റഡ് എബൌട്ട് ഡൂയിങ് ദിസ് വർക്ക്. ഈ ഒരു വർക്ക് ചെയ്യാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. എബൌട്ട് കഴിഞ്ഞിട്ട് ഡൂയിങ് എന്ന ജെറൻഡ് ഉപയോഗിച്ചു. അപ്പോൾ പ്രപ്പോസിഷൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ജെറൻഡ് ഉപയോഗിക്കാം. ഇനി അടുത്തത് പൊസസീവ് കഴിഞ്ഞിട്ട് നമുക്ക് ജെറൻഡ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് ലൈക്ക് ഹെർ കുക്കിംഗ്. അവളുടെ കുക്കിംഗ് എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഹെർ കുക്കിംഗ്. നോക്കൂ, കുക്കിംഗ് എന്നതാണ് അവിടെ ജെറൻഡ്. ജെറൻഡിന് മുമ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ഹെർ, അവിടെ ഒരു പൊസസീവ് ഉപയോഗിച്ചു. ഐ ഡോണ്ട് ലൈക്ക് ഹെർ കുക്കിംഗ്. അപ്പോൾ
പൊസസീവ് കഴിഞ്ഞിട്ട് നമുക്ക് ജെറണ്ട് ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എത്ര ഡിഫറെന്റ് വേസ് പഠിച്ചു ജെറണ്ടിനെ പറ്റി. ആസ് എ സബ്ജക്ട്, ആസ് എൻ ഓബ്ജക്ട്, ആസ് എൻ ഇൻഡയറക്റ്റ് ഓബ്ജക്ട്, ആസ് എ സബ്ജക്ട് കോംപ്ലിമെന്റ്, ആഫ്റ്റർ എ preposition, ആഫ്റ്റർ എ possessive. ഇങ്ങനെയൊക്കെ നമുക്ക് ജെറണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ജെറണ്ട് എന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ മാത്രമുള്ള ഒരു കുഞ്ഞു വേർഡൊന്നും അല്ല. അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഒരു സെൻറ്റൻസിൽ അത് ഡിഫറെൻറ്റ് വേസിൽ ഉപയോഗിക്കാം. ഒന്നുകൂടി നമുക്ക് നോക്കാം ജെറണ്ടിൻ്റെ ഫംഗ്ഷൻ. ആസ് എ സബ്ജക്ട്, റീഡിങ് ഈസ് ഗുഡ് ഫോർ യു. റീഡിങ് ഈസ് ഗുഡ് ഫോർ യു. റീഡിങ് എന്നത് സബ്ജക്റ്റ് ആണ് ആ സെൻറ്റൻസിൽ. അപ്പോൾ ജെറണ്ട് സബ്ജക്റ്റായി ഉപയോഗിച്ചിരിക്കുന്നു. ഐ ലവ് റീഡിങ്. ഐ ലവ് റീഡിങ്. ഞാൻ റീഡിങ് ഇഷ്ടപ്പെടുന്നു. അവിടെ റീഡിങ് എന്നത് ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഐ സ്പെൻഡ് ടൈം റീഡിങ് ബുക്സ്. ഞാൻ ബുക്സ് വായിച്ചുകൊണ്ട് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ റീഡിങ് എന്നത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്. മൈ പാഷൻ ഈസ് റീഡിങ്. മൈ പാഷൻ ഈസ് റീഡിങ്. അവിടെ റീഡിങ് എന്നത് സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. അടുത്തത് ഐ ഡോണ്ട് ലൈക്ക് ഹിസ് റീഡിങ്. എനിക്ക് അവൻ്റെ റീഡിങ് ഇഷ്ടമല്ല. അപ്പോൾ അവിടെ പൊസസീവ് കഴിഞ്ഞിട്ട് ഹിസ് റീഡിങ്, പൊസസീവ് കഴിഞ്ഞിട്ട് ജെറണ്ട് ഉപയോഗിച്ചു. അപ്പോൾ നമ്മളിന്ന് 6 ഡിഫറെൻറ്റ് വേസ് പഠിച്ചു ജെറണ്ട്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നത്. ഇത് ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു.